ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു വെറൈറ്റി റൈസ് ട്രൈ ചെയ്താലോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒണിയൻ, ക്യാരറ്റ്, ടൊമാറ്റോ, ബീട്രൂട്ട്, കുറച്ച് ജിഞ്ചർ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ പാനഗഡ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു റൈസ് ആട്ടോ. പച്ചരിയും തോന്നും, പക്ഷേ പച്ചരി ഒന്നല്ല കേട്ടോ. പിന്നെ കുറച്ച് സോയാബീൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ലെമൺ, അത് ലാസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, ഞാനിപ്പോൾ ഇത് 2 ഒണിയനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ 2 ഒണിയൻ നന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അത് കഴിഞ്ഞ് എല്ലാ വെജിറ്റബിൾസും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഒന്നും നന്നായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സോൾട്ട്, പിന്നെ സോയാബീൻ, ടേമറിക് പൗഡർ, പിന്നെ 2 ഏലക്കയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഒരു വെറൈറ്റി റൈസ് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കിയത് കേട്ടോ. സംഭവം നല്ല കിടിലാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഞാൻ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു എവറസ്റ്റിൻ്റെ ഒരു ചിക്കൻ മസാലയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റൈസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അങ്ങനെ അടച്ചു വയ്ക്കുക. പിന്നെ ഒരു 3 വിസിലടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിഷ് റെഡിയായി. അതിലേക്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ട്രൈ ചെയ്ത് നോക്കൂ.